ഹായ് മക്കളെ, ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ കീം റിസൾട്ടിലെ അനീതിപരമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസേഷനെതിരെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്താണ് അൺഎയ്ഡഡ് സ്കൂൾ അസോസിയേഷനും അതേപോലെ തന്നെ കുറച്ച് വിദ്യാർത്ഥികളും ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇന്ന് വന്ന പത്രത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ, അതായത് USPC, an umbrella body of private school, has moved the High Court against the new standardization method. It is extremely discriminatory and illogical. Taking the subject toppers' mark as a benchmark for a standardization is unfair, said Jawhar UPSC Malappuram USPC Malappuram district president. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ റിലേറ്റീവ് ഗ്രേഡിംഗ് എല്ലാ സ്ഥലത്തുള്ള കേട്ടോ. CBSEയുടെ സബ്ജക്ട് ടോപ്പർ വെച്ചിട്ട് റിലേറ്റീവ് ഗ്രേഡിംഗ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ അത് വീണ്ടും സ്റ്റേറ്റ് ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. പോട്ടെ, എന്തായാലും എന്താണ് സംഭവം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. 2 കുട്ടികളുടെ പേരും, ചാത്തമംഗലത്തുള്ള ഒരു കുട്ടിയും അതേപോലെ തന്നെ ആലപ്പുഴയുള്ള ഒരു കുട്ടിയും ഇതേപോലെ തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, അതായത് വെറും അനാസ്ഥ കാരണം ഏകദേശം 30,000 കുട്ടികൾ 30,000 കുട്ടികളൊക്കെയാണ് ഓരോ വർഷം എഞ്ചിനീയറിംഗിന് ചേരാറുള്ളത് എന്നുള്ള രീതിയിൽ കേട്ടോ. അത്രയും കുട്ടികളുടെ ഭാവി ആശങ്കയിലായിട്ടുള്ളതാണ് അനാസ്ഥ കാരണം, മറ്റൊന്നുമില്ല. ഇവിടെ ചില കുട്ടികൾ എന്നോട് ഇങ്ങനെ പറയുന്നത്, സാറേ കോടതി വിധി എന്തായിരിക്കും എന്നുള്ളത്. എടാ, കോടതി വിധി എന്താണെന്നുള്ളത് ശരിക്കും കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ വീണ്ടും എൻ്റെ ഒരു അഭിപ്രായം, വീണ്ടും ഞാൻ പറയാം, എൻ്റെ അഭിപ്രായം മാത്രമാണ്. അതായത് ഇവിടെ പ്രശ്നം പറ്റിയിട്ടുള്ളത് നമ്മളെ പ്രോസ്പെക്ടസിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ റൂള് മാറ്റി എന്നുള്ളതാണ്. പക്ഷെ അതേ പ്രോസ്പെക്ടസ് തന്നെ പറയുന്നുണ്ട് പ്രോസ്പെക്ടസിൽ എന്ത് കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, നമുക്ക് ചോദിക്കാം എന്ത് ഓലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം എന്താ, ഇവിടെ 2 റൂളുകളാണ് മാറ്റിയത്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് സാധാരണ ഓരോ വിഷയത്തിനും 1:1:1. നമ്മുടെ 300 ബോർഡ് എക്സാമിലെ 300 മാർക്ക് 100 മാർക്ക് മാത്സും 100 മാർക്ക് ഫിസിക്സും 100 മാർക്ക് കെമിസ്ട്രിക്കും പകരം എന്ത് ചെയ്തിട്ടുണ്ട്, 150 മാർക്ക് മാത്സും 90 ഫിസിക്സും 60 കെമിസ്ട്രിയും. ആരോട് ചോദിച്ചിട്ട്, അതും എപ്പോഴാണ്, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം. ഇതെന്തായാലും കോടതിയിൽ നിലനിൽക്കില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡൈസേഷൻ, അതെനിക്കറിയില്ല, ജഡ്ജിക്കൊക്കെ അനുസരിച്ചിരിക്കും. അപ്പം എന്തായാലും എന്ത് ചെയ്യും, വാദപ്രതിവാദങ്ങൾ നടക്കും. അഡ്മിഷൻ പ്രൊസീജിയർ എന്തായാലും ഡിലേ ചെയ്യും, ഉറപ്പാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇവർ നോക്കേണ്ടതാണ്. ഇത് ഇത്ര സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഞാൻ ഒരു കോടതി വിധിയും കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് NEET PG സുപ്രീം കോർട്ട് ഹിയറിംഗ് അപ്ഡേറ്റ്, NEET PG 2025 ടു ബി ഹെൽഡ് ഇൻ സിംഗിൾ ഷിഫ്റ്റ്. സുപ്രീം കോടതി വിധിയാണ്. അതായത് 2 ഷിഫ്റ്റാക്കി നടത്താൻ പറഞ്ഞപ്പം സുപ്രീം കോടതി പറഞ്ഞത് അത് വേണ്ട, 2 ഷിഫ്റ്റ് വേണ്ട, ഒരൊറ്റ ഷിഫ്റ്റ്. എന്താ റീസൺ എന്നോ, NEET PG 2025 exam will now be held in a single shift as per Supreme Court order. The decision aims to ensure fairness and eliminate arbitrariness caused by 2 shift exams and score normalization. മനസ്സിലാവും? അതായത് സിംഗിൾ ഷിഫ്റ്റിൽ നടത്താൻ പറ്റുന്ന എക്സാം ആണെങ്കിൽ അത് സിംഗിൾ ഷിഫ്റ്റിൽ നടത്തിയാൽ മതി. കാരണം ഈ നോർമലൈസേഷൻ കാരണം എന്താണ്, അൺഫെയർനെസ് ഉണ്ടാവുന്നത്. 1 മാസം മുമ്പ് NEET PGയുടെ കേസിൽ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് തന്നെയാണ്. ഒരുപാട് മക്കളുടെ ഭാവി കൊളാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒത്തിരി കുട്ടികൾ പാരൻസൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, വാട്ട് ഷുഡ് ഐ ഡു, ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. എടാ, ഞാൻ കോഴിക്കോട് NIT BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ്. അവിടെ ഭയങ്കര പെർഫെക്റ്റ്ലി ഓർഡർ ആയിരുന്നു. ഞാൻ കോവിഡിൻ്റെ സമയത്തൊക്കെ എന്താണ്, ഓർഡർ ഇല്ലാത്ത സമയത്തൊക്കെ ആളുകൾ BTech പഠിച്ചിട്ടുണ്ട്, പാസ്സൊക്കെ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ കോവിഡിൻ്റെ 2020 NITയിൽ അഡ്മിഷൻ കിട്ടിയതാണ്. 1 വർഷം 2 വർഷത്തോളം അവർ ഓൺലൈനായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്വാളിറ്റിയിലൊന്നും വലിയ വ്യത്യാസമുള്ളതൊന്നും മനസ്സിലാവും. അതായത് നിങ്ങൾ ഈ +1 +2 പോലെ എല്ലാ എഞ്ചിനീയറിംഗിൻ്റെ പഠനം അതിപ്പോൾ ഒരു 2 മാസം ഡിലേ ആയാലും അത്ര 2 മാസം നിങ്ങൾക്ക് ചില്ലാക്കാന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ലൈക്ക് ഞാനൊരു ഉഴപ്പനായിട്ട് പറയുന്നതല്ല, അനുഭവം കൊണ്ട് പറയണം. അതുകൊണ്ട് എന്തല്ല, നിങ്ങളിപ്പം +2 കഴിഞ്ഞ കുട്ടികളുണ്ടാവും, JEEക്ക് റിപ്പീറ്റ് ചെയ്ത കുട്ടികളുണ്ടാവും, അതേപോലെ തന്നെ NEETന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് ഇനി ഒരു അംഗത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല, ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ NEETന് നോക്കുന്ന ഒത്തിരി കുട്ടികൾ എഞ്ചിനീയറിംഗ് കയറാറുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുക, സേഫാക്കുക, ഒരു 4 വർഷം കഴിഞ്ഞിട്ട് അപ്പത്തേന്ന് ആലോചിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വല്ലാതെ ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാവി പോകുമെന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോളേജ് ചിലപ്പോൾ ഒരു ബ്രാഞ്ചോ അല്ലെ ഒരു കോളേജോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഡസിൻ മേക്ക് സെൻസ് അല്ലെ, ഡസിൻ മേക്ക് എനി ഡിഫറൻസ് ഒരു 4 വർഷത്തെ ജേണിയിൽ. ആൻഡ് ഈ 2 മാസം ഡിലേ ആണ് കോടതി വിധി കാരണമൊക്കെ. അതും എന്ത് ചെയ്യണമെങ്കിൽ പ്രശ്നങ്ങൾ അത്ര ലാഭമെന്ന് കരുതിയാൽ മതി. കാരണം എന്താ വെച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും. പക്ഷേ മറ്റൊരു കൂട്ടരുണ്ട്. ആ കൂട്ടർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം +2ന് ശേഷം കീം എഴുതിയിട്ട് കുഴപ്പമില്ലാത്ത റാങ്കൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു കോളേജിൽ നല്ലൊരു ബ്രാഞ്ച് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു കരുതുന്ന ആൾക്കാർ. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത്, അല്ലെ NEETന് റിപ്പീറ്റ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, അല്ലെ സൂപ്പർ റിപ്പീറ്റ് ചെയ്തു, വിചാരിച്ചത്ര സ്കോർ ഇത്തവണ കിട്ടിയില്ല, പക്ഷെ കീമിൽ കുഴപ്പമില്ലാത്തൊരു കോളേജാണ്, അവിടെ കയറാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ ആലോചിക്കുന്ന നീറ്റ് ആസ്പിറൻസ് ഉണ്ട്. അതായത് നല്ല കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ JEEക്കോ NEETനോ വേണ്ടി ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്,
ഈ റിസൾട്ടും അഡ്മിഷനൊക്കെ തീരുമാനമാവുന്നവരെ കാത്തിരിക്കരുത്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട 2 മാസമാണ് പോകുന്നത്. കാരണം ഈ 2 മാസം പോയാൽ മിക്കവാറും എന്തായിരിക്കും അടുത്ത വർഷം നിങ്ങൾ വീണ്ടും കീമിലേക്ക് തന്നെ നോക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനത്തെ കുട്ടികൾ ആരെങ്കിലും ഉണ്ട്, പാരൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ പൈസ പോവുക, പൈസ നഷ്ടമാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ജെയ്ക്കോ നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ജോയിൻ ചെയ്യുക. എജുപോർട്ടിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ജോയിൻ ചെയ്തു. പക്ഷേ ഈ നിമിഷം അടുത്ത ബാച്ച്, ഇപ്പം ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ച് ജൂലൈ 10, അതിന് ശേഷം ഒരു ബാച്ച് ഉണ്ടാവില്ല. അപ്പം ആ ഏതെങ്കിലും ഒരു ബാച്ചിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. നല്ല കോഴ്സ്, ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല കോളേജ് നല്ല കോഴ്സ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ ഇവിടെ പോയിട്ടുണ്ട്. എന്നാലും എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. പക്ഷേ ലേറ്റ് ആക്കരുത്. കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വന്നു, അഡ്മിഷൻസ് ഇനി ഒരുപാട് ഡിലേ ആവും. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ, നിങ്ങൾ എന്തായാലും എഞ്ചിനീയറിംഗ് പോകാൻ തീരുമാനിച്ചിട്ട് ചിൽ മോഡിൽ തന്നെ നിൽക്കുക. നിങ്ങൾ റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആൻഡ് മൂന്നാമത്തെ കേസ്, നിങ്ങൾ ഇതൊരു തീരുമാനമായിട്ട് റിപ്പീറ്റ് ചെയ്യണം എന്ന് കരുതുകയാണെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ബൈ.